ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ കുറച്ച് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കറിയാലോ, നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം ആയിരുന്നു ഇതുവരെ. അത് നിങ്ങളെല്ലാവരും ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് മുതൽക്ക് സെക്കൻഡ് സെമ്മിൻ്റെ ബാക്കി ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മുടെ സബ്ജക്റ്റ് അറിയാലോ, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മുടെ സബ്ജക്റ്റ്. അതിൽ നമ്മൾ ആദ്യത്തെ മോഡ്യൂൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ മോഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് തിയറിയാണ്, നിങ്ങൾക്കറിയാം. അതേമാതിരി സെക്കൻഡ് മോഡ്യൂൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ വാല്യൂ, അതായത് ആവറേജസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതായത് പ്രധാനപ്പെട്ട ആവറേജസ് എന്ന് പറഞ്ഞാൽ മീൻ, മീഡിയൻ, മോഡ്, അതേമാതിരി മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത്രയാണ് സെക്കൻഡ് മോഡ്യൂൾ ഉള്ളത്. അത് മുഴുവനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ക്വസ്റ്റ്യനും കൂടി, സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് നമ്മൾ ലാസ്റ്റ് എടുത്തത്, അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും കൂടി നമ്മളിന്ന് വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തോടെ ഈ സെക്കൻഡ് മോഡ്യൂൾ അവസാനിപ്പിക്കും. നാളെ മുതൽക്ക് നമ്മൾ പുതിയ മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. മൂന്നാമത്തെ മോഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇന്ന് ഒരു ക്വസ്റ്റ്യനും കൂടി നമ്മൾ വർക്കൗട്ട് ചെയ്യാം. അത് വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ അടുത്ത ക്ലാസ് മുതൽക്ക് പുതിയ മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ വായിച്ച് അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കാൻ ഇരിക്കുന്നതിന് മുന്നേ ഇതിന് മുന്നത്തെ ക്ലാസ്സുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം ഇനി മുതൽക്കുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ. എന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാം, ശ്രദ്ധിക്കും. ഫ്രം ദ പ്രൈസസ് ഓഫ് ഷെയർസ് എക്സ് ആൻഡ് വൈ ആർ ഗിവൺ ബിലോ. സ്റ്റേറ്റ് വിച്ച് ഷെയർ ഈസ് മോസ്റ്റ് സ്റ്റേബിൾ ഇൻ വാല്യൂ. ദെൻ എക്സ്, വൈ. എക്സിൻ്റെ വാല്യൂസ് വായിക്കാം. 55, 54, 52, 53, 56, 58, 52, 50, 51, 49. Y വാല്യൂ വായിക്കാം. 108, 107, 105, 105, 106, 107, 104, 103, 104, 101. അപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ കൂടുതൽ തവണ നമ്മളുടെ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണത്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കുക ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ രണ്ട് ഷെയറിൻ്റെ വാല്യൂസാണ് തന്നിട്ടുള്ളത്, വിവിധ വിലകൾ. രണ്ട് ഷെയർ എന്ന് പറയുമ്പോൾ ഷെയർ എക്സും ഷെയർ വൈയും തന്നിട്ടുണ്ട്. ഷെയർ എക്സിൻ്റെ വിവിധ വിലകളും തന്നിട്ടുണ്ട്, ഷെയർ വൈൻ്റെ വിവിധ വിലകളും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചെന്താണ്, വിച്ച് ഷെയർ ഈസ് മോസ്റ്റ് സ്റ്റേബിൾ ഇൻ വാല്യൂ. വിലയിൽ സ്റ്റെബിലിറ്റി പ്രകടിപ്പിക്കുന്ന ഷെയർ ഏതാണ്? സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരത. അപ്പോൾ ഷെയർ വാല്യൂസ് എക്സിൻ്റെ കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്, വൈൻ്റെ കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ വാല്യൂസ് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റെബിലിറ്റി, സ്ഥിരത, അതായത് വളരെയധികം മാറ്റങ്ങളില്ലാതെ തുടരുന്ന ഷെയർ ഏതാണ്, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതലുള്ള ഷെയർ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ രണ്ട് സീരീസ് തന്നിട്ട്, അതായത് രണ്ട് സീരീസ് ആണ്, ഷെയർ എക്സും ഷെയർ വൈയും, രണ്ട് സീരീസ് തന്നിട്ട് ഏതാണ് കൂടുതൽ സ്റ്റെബിലിറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് വല്ല ക്വസ്റ്റ്യൻസും ചോദിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞതാണ്. നിങ്ങൾ അതാണ് പറഞ്ഞത്. പ്രീവിയസ് ക്ലാസ്സുകളൊക്കെ ഒന്ന് കേട്ടതിന് ശേഷം വേണം ഇത് ഇരിക്കാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, അല്ലേ? കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്കറിയാം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അതിനൊരു ഫോർമുലയുണ്ട്. എന്തായിരുന്നു ഫോർമുല? കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്തായിരുന്നു? അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ എക്സ് ബാർ ഇൻറ്റു 100. അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് എസ് ഡി. നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തു. കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണ്? എം ഡി ഡിവൈഡഡ് ബൈ, അല്ലെ, എം ഡി ഡിവൈഡഡ് ബൈ മീൻ, മീഡിയൻ അല്ലെങ്കിൽ മോഡ് എന്നാണ് നമ്മളെ ഫോർമുല. അവിടെ ഇൻറ്റു 100 ഇല്ല. അതായത് മീൻ ഡീവിയേഷൻ എം ഡി ഡിവൈഡഡ് ബൈ മീൻ അല്ലെങ്കിൽ മീഡിയൻ അല്ലെങ്കിൽ മോഡ് എന്നുള്ളതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. കാരണം നമുക്കറിയാം മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. അതായത് ഒന്നുകിൽ അരിത്തമെറ്റിക് മീൻ, അല്ലെങ്കിൽ മീൻ, അല്ലെങ്കിൽ മീഡിയൻ, അല്ലെങ്കിൽ മോഡ്. ഇതിലേതെങ്കിലും ഒരു ആവറേജ് കണ്ടുപിടിച്ചാൽ അതിൽ നിന്നുള്ള ഡീവിയേഷൻസാണ് നമ്മൾ എടുക്കാറുള്ളത്. പക്ഷേ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ നമ്മൾ പറഞ്ഞു, സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ അരിത്തമെറ്റിക് മീൻ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. വേറെ ഒന്നും നമുക്ക് എടുക്കാൻ പാടില്ല. അപ്പോൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിച്ചാൽ അതിൽ നിന്നുള്ള ഡീവിയേഷൻസാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ എക്സ് ബാർ അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞത്, ഇൻറ്റു 100. അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് എസ് ഡി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ
എന്ത് ചെയ്യണം? ആദ്യം നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഷെയർ എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതേമാതിരി ഷെയർ വൈൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം ഷെയർ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതേമാതിരി ഷെയർ വൈൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഷെയർ എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുശേഷം ഷെയർ വൈൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഷെയർ വൈൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്റ്റെബിലിറ്റിയൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ഡിയർ സ്റ്റുഡൻസ് നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് MD അല്ല. അത് നിർബന്ധമായിട്ട് മനസ്സിലാക്കുക. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, അല്ലാതെ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ആദ്യം എക്സ് ഷെയറിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് ആണ്, അറിയാലോ. ഷെയർ എക്സും ഷെയർ വൈയും തന്നിട്ടുണ്ട്, കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്, അറിയാലോ. അപ്പോൾ ഇതെന്തായിരിക്കും? ഇൻഡിവിജ്വൽ സീരീസ് ആണ് നമുക്കറിയാം. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല? ഓർമ്മ ഉണ്ടോ? അതൊക്കെ നിങ്ങൾക്ക് ഓർത്തെടുക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രീവിയസ് ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് വേണം ഈ ക്ലാസ് കേൾക്കാൻ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സിംബോളിക്കൽ റെപ്രസെൻറ്റേഷൻ ഒരു ഗ്രീക്ക് ലെറ്റർ സിഗ്മ, അറിയാലോ. ആ സിംബൽ തന്നെ ഇടണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. ഓർമ്മണ്ടോ? ബൈ ഹാർട്ട് ചെയ്യുക ഫോർമുലയൊക്കെ. ഇൻഡിവിജ്വൽ സീരീസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അത് സിംബലൻ ഇടണം. ഗ്രീക്ക് ലെറ്റർ സിഗ്മ എന്ന് പറയുന്ന സിംബലൻ ഇടണം. ഈസ് ഈക്വൽ ടു, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. ഇവിടെ എക്സ് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അതേമാതിരി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻസ് എടുത്ത് അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നതാണ്, അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഡീവിയേഷൻസ് എടുക്കണം. ഡീവിയേഷൻസ് എന്തെന്ന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസിൽ നിന്ന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മീൻ ഡീവിയേഷൻ ആണെങ്കിൽ ഡീവിയേഷൻസ് എടുക്കുന്നത് ഒന്നുകിൽ മീനിൽ നിന്നാവാം, അല്ലെങ്കിൽ മീഡിയനിൽ നിന്നാവാം, അല്ലെങ്കിൽ മോഡിൽ നിന്നാവാം എന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ ഡീവിയേഷൻസ് എടുക്കേണ്ടത് എപ്പോഴും അരിത്തമെറ്റിക് മീനിൽ നിന്ന് മാത്രമേ പാടുള്ളൂ. അത് നിങ്ങൾക്ക് ഓർമ്മയിൽ വേണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇൻഡിവിജ്വൽ സീരീസിൽ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്താണ്? എക്സ് ബാർ ഇസിക്കൽ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ ഇസിക്കൽ ടു സിഗ്മ എക്സ് ബൈ എൻ എന്നാണ് നമ്മളെ ഫോർമുല. അപ്പോൾ തന്നിരിക്കുന്ന എക്സ് വാല്യൂസ് ടോട്ടൽ ചെയ്യുക. ആ എക്സിന് വാല്യൂസ്, അതായത് ഷെയർ എക്സിൻ്റെ വാല്യൂസ് ടോട്ടൽ 55, 54 അങ്ങനെ 49 വരണ്ട. അതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 530 എന്ന് കിട്ടും. സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു 530 ഡിവൈഡഡ് ബൈ എൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ സീരീസിൽ എൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. 10 ഐറ്റം കാണാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഐറ്റം ഉണ്ട്. അപ്പോൾ സിഗ്മ എക്സ് ബൈ എൻ ഈസ് ഈക്വൽ ടു 530 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 53 എന്ന് കിട്ടി. അരിത്തമെറ്റിക് മീൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല എന്താ പറഞ്ഞത്? സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ എക്സ് കണ്ടുപിടിക്കണം. എക്സ് സ്മോൾ ലെറ്റർ എക്സ് ആണ്. എക്സ് ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റിൽ എന്തായത് ഫോർമുല എക്സ് മൈനസ് എക്സ് ബാർ, അതാണ് ഫോർമുല. സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ, സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ എന്നാണ് ഫോർമുല നമ്മൾ പറഞ്ഞത്. ഇവിടെ എക്സ് സ്ക്വയർ അത് സ്മോൾ ലെറ്റർ എക്സ് എഴുതണം. അപ്പോൾ നമ്മൾ ആദ്യം എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സ്മോൾ ലെറ്റർ എക്സ് കാൽക്കുലേറ്റ് ചെയ്യും. സ്മോൾ ലെറ്റർ എക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത അരിത്തമെറ്റിക് മീൻ നമുക്ക് തന്നിട്ടുള്ള എക്സ് വാല്യൂസും തമ്മിലുള്ള വ്യത്യാസമാണ് വിത്ത് സൈൻ. മീൻ ഡീവിയേഷൻ ആണെങ്കിൽ വിത്തൗട്ട് സൈൻ ആണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ വിത്ത് സൈൻ ആണ്. നിർബന്ധമായിട്ടും സൈൻ കാണിച്ചിരിക്കണം. മൈനസ് ആണെങ്കിൽ മൈനസ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, അത് നിർബന്ധമായിട്ടും കാണിച്ചിരിക്കണം. പക്ഷേ മീൻ ഡീവിയേഷൻ ആണെങ്കിൽ വിത്തൗട്ട് സൈൻ ആണ്. അറിയാലോ, എം ഡി ഇസിക്കൽ ടു നമ്മൾ ഓരോ ബാറിൻ്റെ ഉള്ളിലാണ് ഡി ചെയ്യുന്നത്. ഡി ഡിവൈഡഡ് ബൈ എൻ ബാറിൻ്റെ ഉള്ളിലാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിർബന്ധമായിട്ടും സൈൻ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എക്സ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. സ്മോൾ ലെറ്റർ എക്സ് വാല്യൂസ് ആണ് പറയുന്നത്. അത് ഡീവിയേഷൻസ് എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ
അരിത്തമെറ്റിക് മീനും നമുക്ക് തന്നിട്ടുള്ള എക്സ് വാല്യൂസും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ എക്സ് ഈസിക്കൽ സ്മാൾ ലെറ്റർ എക്സ് ഈസിക്കൽ ടു ഒരു കോളം പ്രൊവൈഡ് ചെയ്യുക, സ്മാൾ ലെറ്റർ എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം പ്രൊവൈഡ് ചെയ്യാം. അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതുക എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എക്സ് ആണ്, എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ അറിയാലോ അരിത്തമെറ്റിക് മീൻ. അപ്പോൾ തന്നിരിക്കുന്ന എക്സ് എന്ന് പറയുന്നത് 55 മൈനസ് എക്സ് ബാർ 53, 55 മൈനസ് 53 ഈസിക്കൽ പ്ലസ് 2 ആണ്. അപ്പോൾ അതിനെ പ്ലസ് എന്ന് പറഞ്ഞാൽ 2 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ആദ്യത്തെ എക്സ് വാല്യൂ 2, രണ്ടാമത്തെ എക്സ് വാല്യൂ 54 മൈനസ് 53 പ്ലസ് 1. ദെൻ അടുത്തത് 52 മൈനസ് 53, അത് മൈനസ് ആണ്, അതിന് -1 തന്നെ എഴുതണം. ദെൻ 53 മൈനസ് 53 0, 56 മൈനസ് 53 പ്ലസ് 3 ആണ്. അപ്പോൾ പ്ലസ് ആണെങ്കിൽ നമ്മൾ പ്ലസ് എന്നിട്ടുണ്ട് വെറും 3 എന്ന് എഴുതിയാൽ മതി. ദെൻ 58 മൈനസ് 3 5, 52 മൈനസ് 53 -1 ആണ്, അത് മൈനസ് തന്നെ എഴുതണം. 50 മൈനസ് 53 അത് മൈനസ് ആണ്, അപ്പോൾ -3 എന്ന് എഴുതാം. 51 മൈനസ് 53 മൈനസ് ആണ്, -2 എന്ന് എഴുതാം. 49 മൈനസ് 53 -4. അപ്പോൾ സ്മോൾ ലെറ്റർ എക്സ് വാല്യൂസ് കിട്ടി. ദെൻ എക്സ് സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്കറിയാം പോസിറ്റീവ് ആവും, നെഗറ്റീവൊക്കെ പോസിറ്റീവ് ആവും. അപ്പോൾ 2 × 2 4, 1 × 1 1, -1 × -1 1, ദെൻ 0 × 0 0, 3 × 3 9, 5 × 5 25, 1 × 1 1, 3 × 3 9, 2 × 2 4, 4 × 4 16. അപ്പോൾ എക്സ് സ്ക്വയർ ആയി. ദെൻ അത് ആഡ് ചെയ്യുക, അത് ആഡ് ചെയ്താൽ സിഗ്മ എക്സ് സ്ക്വയർ കിട്ടും. സിഗ്മ എക്സ് സ്ക്വയർ ആഡ് ചെയ്താൽ നമുക്ക് 70 എന്നാണ് കിട്ടുക. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസിക്കൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ n. ഇപ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ കിട്ടി, നമുക്ക് എത്രയാണ് 70 കിട്ടി. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 70 ഡിവൈഡഡ് ബൈ 10 അറിയാലോ, n എന്ന് പറഞ്ഞാൽ 10 ആണെന്ന് നമുക്കറിയാലോ. അപ്പോൾ 70 ബൈ 10 എന്ന് പറഞ്ഞാൽ 7. സ്ക്വയർ റൂട്ട് ഓഫ് 7 ഈസിക്കൽ ടു 2.64 എന്ന് കിട്ടും. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഷെയർ എക്സ് എത്ര കിട്ടി? 2.64. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതാണ്. ഇനി നമ്മൾ അതേമാതിരി ഷെയർ വൈൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഷെയർ വൈൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതേമാതിരി തന്നെ ഷെയർ വൈ ആദ്യം കംപ്ലീറ്റ് എടുത്ത് എഴുതുക. പിന്നെ സ്മോൾ ലെറ്റർ എക്സിന് വേണ്ടിയിട്ടൊരു കോളം പ്രൊവൈഡ് ചെയ്യാം. അതേമാതിരി എക്സ് സ്ക്വയറിന് വേണ്ടിയിട്ടൊരു കോളം പ്രൊവൈഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. അരിത്തമെറ്റിക് മീൻ്റെ ഫോർമുല എന്താ? എക്സ് ബാർ ഈസിക്കൽ സിഗ്മ എക്സ് ബൈ n. തന്നിരിക്കുന്ന ഷെയർ വൈൻ്റെ വാല്യൂസ് എല്ലാം ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1050 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ സിഗ്മ എക്സ് കിട്ടി 1050. സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ n. n എത്രയാണ്? 10 വാല്യൂസ് ഉണ്ട്. അതൊന്ന് എണ്ണി നോക്കും. 1 2 3 4 5 6 7 8 9 10 വാല്യൂസ് ഉണ്ട്. അപ്പോൾ സിഗ്മ എക്സ് ബൈ എന്ന് പറഞ്ഞാൽ 1050 ഡിവൈഡഡ് ബൈ 10 ഈസിക്കൽ ടു 105 എന്ന് കിട്ടി. അരിത്തമെറ്റിക് മീൻ നമുക്ക് 105 കിട്ടി. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ സ്മോൾ ലെറ്റർ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. സ്മോൾ ലെറ്റർ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ബാർ നമ്മൾ ബ്രാക്കറ്റിൽ എഴുതുക. കോളത്തിൻ്റെ സ്മോൾ ലെറ്റർ എക്സ് കൊണ്ടൊരു കോളം പ്രൊവൈഡ് ചെയ്യുക. അതിൻ്റെ ബ്രാക്കറ്റിൽ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടിയ അരിത്തമെറ്റിക് മീനും നമുക്ക് തന്നിരിക്കുന്ന വൈ വാല്യൂസ് അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളെ സംബന്ധിച്ച് സ്മോൾ ലെറ്റർ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വാല്യൂ 108 മൈനസ് 105 പ്ലസ് 3 ആണ്. അടുത്തത് 107 മൈനസ് 105 പ്ലസ് 2 ആണ്. 105 മൈനസ് 105 0 ആണ്. 105 മൈനസ് 105 0 ആണ്. 106 മൈനസ് 105 പ്ലസ് 1 ആണ്. 107 മൈനസ് 105 പ്ലസ് 2 ആണ്. 104 മൈനസ് 105 മൈനസ് 1. 103 മൈനസ് 105 മൈനസ് 2. 104 മൈനസ് 105 മൈനസ് 1. 101 മൈനസ് 105 മൈനസ് 4. ഇത് നെക്സ്റ്റ് സ്ക്വയർ പ്രൊവൈഡ് ചെയ്യുക. 3 × 3 9, 2 × 2 4, പിന്നെ 0 0, 1 × 1 1, 2 × 2 4, 1 × 1 1, 2 × 2 4, 1 × 1 1, 4 × 4 16. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ കിട്ടി. അത് ടോട്ടൽ ചെയ്യുക. സിഗ്മ എക്സ് സ്ക്വയർ എത്ര കിട്ടും? 40 എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ 40 എന്ന് കിട്ടും. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ n. സിഗ്മ എക്സ് സ്ക്വയർ ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 40 ഡിവൈഡഡ് ബൈ n. എന്ന് പറഞ്ഞാൽ 10 നമുക്ക് കിട്ടി. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 10 പറഞ്ഞാൽ 4. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ഷെയർ ഓഫ് വൈ, ഷെയർ വൈൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. ഷെയർ എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. എത്രയായിരുന്നു? 2.64. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ പോരാ. നമ്മൾ എന്ത് ചെയ്യണം? ഏത് ഷെയറാണ് കൂടുതൽ സ്റ്റെബിലിറ്റി എന്ന് ചോദിക്കുന്നത്. സ്റ്റെബിലിറ്റി ഏതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഹെഡിങ് കൊടുക്കുക. കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഷെയർ എക്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം ഷെയർ വൈ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഹെഡിങ് കൊടുക്കുക. ദെൻ താഴെ എഴുതുക ഷെയർ എക്സ് ഈസിക്കൽ ടു എന്താ ഫോർമുല പറഞ്ഞത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ ഇൻറ്റു 100. ഇതാണ് ഫോർമുല.
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എഴുതരുത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്കറിയാം സിമ്പിൾ ഉണ്ട്, ഗ്രീക്ക് ലെറ്റർ സിഗ്മ എന്ന് പറഞ്ഞ സിമ്പിൾ ഉണ്ട്, അത് ഇടണം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ എക്സ് ബാർ, ബേസ് നമ്മളെ സംബന്ധിച്ച് എക്സ് ബാർ ആണ്. അരിത്മെറ്റിക് മീൻ മാത്രമേ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. നമുക്കറിയാലോ മീൻ ഡീവിയേഷൻ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മീഡിയൻ എടുക്കാം, അല്ലെങ്കിൽ മോഡ് എടുക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ ഡീവിയേഷൻസ് എടുക്കേണ്ടത് എപ്പോഴും അരിത്മെറ്റിക് മീനിൽ നിന്ന് മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ മനസ്സിലാക്കുക ഡിയർ സ്റ്റുഡൻസ്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാവും. ചില ക്വസ്റ്റിൽ പറയാം കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് വേറെ ആളും പറഞ്ഞു തരില്ല, നിങ്ങളത് മനസ്സിലാക്കുക, ഓർമ്മയിലുണ്ടാവുക. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് എസ് ഡി ഈസ് ഈക്വൽ ടു എന്താ ഫോർമുല? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ എക്സ് ബാർ, അതായത് അരിത്മെറ്റിക് മീൻ ഇൻറ്റു 100. അപ്പോൾ ദെൻ ഷെയർ എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കിട്ടി, എത്ര കിട്ടി? 2.64 ഡിവൈഡഡ് ബൈ എക്സ് ബാർ കിട്ടി. ഷെയർ എക്സിൻ്റെ എക്സ് ബാർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താണ്, എത്ര? 53 എന്ന് കിട്ടി. അപ്പോൾ 2.64 ഡിവൈഡഡ് ബൈ 53 ഇൻറ്റു 100, അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4.9 എന്ന് കിട്ടും. കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഷെയർ എക്സ് എത്ര കിട്ടി? 4.9 എന്ന് കിട്ടി. അതേമാതിരി ഷെയർ വൈൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യുക. കോഎഫിഷ്യൻ്റ് ഓഫ് എസ് ഡി ഷെയർ വൈ കാൽക്കുലേറ്റ് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ എക്സ് ബാർ ഇൻറ്റു 100. ഷെയർ വൈൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര കിട്ടി? 2 കിട്ടി. ഡിവൈഡഡ് ബൈ എക്സ് ബാർ, ഷെയർ വൈൻ്റെ എക്സ് ബാർ അരിത്മെറ്റിക് മീൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 105 കിട്ടി. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 105 ഇൻറ്റു 100 ഈസിക്കൽ ടു 1.9 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഷെയർ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി 4.9. അതേമാതിരി ഷെയർ വൈൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി 1.9. അപ്പോൾ ഇത് നോക്കിയിട്ടാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പറയേണ്ടത്. ഏത് ഷെയറിൻ്റെ വാല്യൂ ആണ് സ്റ്റെബിലിറ്റി കൂടുതലുള്ളത്? സ്റ്റെബിലിറ്റി കൂടുതലുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കുറയുന്നതാണ് സ്റ്റെബിലിറ്റി കൂടുതൽ. അറിയാലോ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറിക്കൊണ്ടിരിക്കുന്നത്. ആ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് കുറവ് വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റെബിലിറ്റി കൂടുതലാണ് എന്ന് പറയാറുള്ളത്, അറിയാലോ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഷെയർ വൈയോ ആണോ അല്ലെങ്കിൽ ഷെയർ എക്സ് ആണോ കൂടുതൽ കുറവ് വേരിയബിലിറ്റി കാണിക്കുന്നത്? ഷെയർ വൈ ആണ്, കാരണം 1.9 ഉള്ളൂ അല്ലെ? കോഎഫിഷ്യൻ്റ് ഓഫ് എസ് ഡി അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. വേരിയേഷൻ അല്ലെങ്കിൽ വേരിയബിലിറ്റി എന്ന് പറഞ്ഞാൽ മാറുന്ന അവസ്ഥ നമ്മളിവിടെ നോക്കുമ്പോൾ കുറവ് ആർക്കാണ്? വൈനാണ്, കാരണം 1.9 ഉള്ളൂ. ഷെയർ എക്സിന് എത്ര ഉണ്ട്? 4.9 ഉണ്ട്. അപ്പോൾ കുറവ് ഏതാണ്? വൈ ആണ്. അതുകൊണ്ട് ഏത് ഷെയറാണ് സ്റ്റേബിൾ എന്ന് പറയാൻ? വൈ ആണ് സ്റ്റെബിലിറ്റി കൂടുതലുള്ള ഷെയർ എന്ന് നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കമ്പയർ ചെയ്താൽ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് താഴെ എഴുതണം. എന്ത് എഴുതേണ്ടത്? വൈ ഹാസ് ലോ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വൈക്കാണ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കുറവുള്ളത് എന്ന് എഴുതുക. സോ ഷെയർ വൈ ഇസ് ദ മോസ്റ്റ് സ്റ്റേബിൾ ഷെയർ ഇൻ വാല്യൂ. അപ്പോൾ എഴുതാം വൈ ഹാസ് ലോ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഷെയർ വൈക്കാണ് ഏറ്റവും കുറവ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ സോ വൈ ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ ഷെയർ ഇൻ വാല്യൂ. അതുകൊണ്ട് തന്നെ ഷെയർ വൈ ആണ് വാല്യൂവിൽ സ്റ്റെബിലിറ്റി കൂടുതലുള്ളത് എന്ന രീതിയിൽ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എഴുതി വെക്കണം. എന്നാലേ നമ്മളുടെ ചോദിച്ച ക്വസ്റ്റ്യന് ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ വേരിയേഷനൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നമ്മൾ വീണ്ടും പറയുകയാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെന്ന് മനസ്സിലാക്കുക. കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്മെറ്റിക് മീൻ. അരിത്മെറ്റിക് മീൻ നമ്മൾ എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യണം, കാരണം അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്താലേ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിത്മെറ്റിക് മീൻ ഇൻറ്റു 100 ആണ്. അപ്പോൾ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട സ്റ്റെബിലിറ്റി കൂടുതലുള്ളത് ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഏറ്റവും കുറവുള്ളത് ഏതാണെന്നാണ് നോക്കേണ്ടത്, കൂടുതലുള്ളതല്ല നോക്കേണ്ടത്. വേരിയേഷൻ കുറയുമ്പോഴാണ് എന്ത് കൂടുക? സ്റ്റെബിലിറ്റി കൂടാതെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഏറ്റവും കുറവ് വേരിയബിലിറ്റി അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് എസ് ഡി ഏറ്റവും കുറവ് ഏതിനാണെന്ന് നോക്കുക. അത് ഏതാണോ അതിനായിരിക്കും സ്റ്റെബിലിറ്റി കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റനിൽ ഷെയർ എക്സും ഷെയർ വൈയും കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അത് കമ്പയർ ചെയ്യുമ്പോൾ ഷെയർ വൈക്കാണ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറവ്, അത് 1.9 ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഷെയർ വൈൻ്റെ വിലയാണ് സ്റ്റെബിലിറ്റി കൂടുതലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾ എഴുതാം. ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങൾക്കത് പറഞ്ഞതും ചെയ്തതും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഈ നോട്ട് ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങളത് എഴുതെടുക്കുക. ആദ്യം ക്ലാസ് കേൾക്കുക, ക്ലാസ് കേട്ടിട്ട് അത് എഴുതെടുക്കുക, എന്നിട്ട് സ്വയം ചെയ്ത് നോക്കുക.
എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ചെയ്യുന്നത് മനസ്സിലാവില്ലെങ്കിൽ നമ്മൾ അയച്ചു തന്ന നോട്ട് നോക്കുക. എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമോ, ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മുടെ രണ്ടാമത്തെ മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ നാളെ മുതൽക്ക് നമ്മൾ പുതിയ മോഡ്യൂൾ, മൂന്നാമത്തെ മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങൾ നല്ലവണ്ണം പഠിക്കുക. രണ്ടാമത്തെ മോഡ്യൂൾ കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഒക്കെ ഞാൻ വഴിയെ കൊണ്ട് നിങ്ങളെ ഇൻഫോം ചെയ്യാം. അപ്പോൾ നിങ്ങൾ പഠിക്കൽ തുടങ്ങുക. അരിത്തമെറ്റിക് മീൻ ഉണ്ട്, മീഡിയൻ ഉണ്ട്, മോഡ് ഉണ്ട്, അതേമാതിരി മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കൽ ഇപ്പോൾ തന്നെ തുടങ്ങുക. പരീക്ഷയുടെ ഡേറ്റ് ഞാൻ ഈ ആഴ്ച തന്നെ ഞാൻ ഡേറ്റ് എന്നാണ് വേണ്ടത്, അല്ലെങ്കിൽ പരീക്ഷയുടെ ഡേറ്റ് എന്നാണെന്ന് നിങ്ങൾ ഇൻഫോം ചെയ്യാം. അപ്പോൾ നോട്ട്സൊക്കെ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഇപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാമൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സെക്കൻഡ് സെമ്മിൻ്റെയും എക്സാം വരും. അതുകൊണ്ട് പഠിത്തത്തിൽ ഉഴപ്പാൻ നിൽക്കരുത്. നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടും, വീട്ടിലായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പഠിക്കുക. വെറുതെ സമയം കളയരുത്. TV കണ്ടിട്ടും സിനിമ കണ്ടിട്ടും ഒന്നും നിങ്ങൾ ടൈം വെറുതെ സ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ വീട്ടിൽ ടൈമുകളെല്ലാം ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കുക. പഠിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്നത്തെ ഈ സെഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നാളെ മുതൽക്ക് നമ്മൾ പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.